നിയമത്തെ സാധ്യതകളും സൂചനകളും ഒക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥി ചിത്രം, ഇതുവരെ അത് തെളിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി ചിത്രത്തിലെ സാധ്യത കൂടി നമ്മളൊന്ന് പറയുകയാണ്. ശരി, നമ്മുടെ ഇടവും വലവുമായിട്ട് നിലവിൽ സാധ്യതയുള്ള ആളുകളൊക്കെ ഉയർന്നു വരും. സാജുദേ, എന്റെ ഭാഗത്ത് വി ശിവൻകുട്ടി, നിലവിലുള്ള MLA, അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ? ശിവൻകുട്ടിക്കോ മാറ്റങ്ങൾ ഉണ്ടാവില്ല. കാരണം ആ മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കാൻ LDF കഴിയുന്ന ഏറ്റവും സുശക്തനായ സ്ഥാനാർത്ഥിയാണ് വി ശിവൻകുട്ടി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ടതില്ല. മറ്റൊരു പേരിന് പ്രസക്തിയേ ഇല്ല. മറ്റൊരു പേരിന് വി ശിവൻകുട്ടി മാറണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇപ്പോൾ CPM നേതൃത്വത്തിന് അത് അനുവദിച്ച് കൊടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു തവണ അദ്ദേഹം ഒന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കി, പക്ഷേ MV ഗോവിന്ദൻ അത് തിരുത്തി. ആ തിരുത്തലോടുകൂടി പറഞ്ഞത് എന്റെ പാർട്ടിയാണ് തീരുമാനിക്കുക എന്ന തിരുത്തലിലേക്ക് ശിവൻകുട്ടി കൂടി എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി സാജുവിന്റെ സൈഡിൽ ഒരാൾ ഉയർന്നു നിൽപ്പുണ്ട്, രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു മാറ്റവുമില്ല. അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കുന്നത് BJP പോലെ ഒരു ദേശീയ പാർട്ടി സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുന്ന രീതിയില്ലാത്തതാണ്. പക്ഷേ ആ പ്രഖ്യാപനം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ്. ആ കരുത്താകുന്നത് നേരത്തെ ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പിലെ വലിയ രീതിയിലുള്ള മാർജിൻ ആ മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരന് എന്നുള്ളതാണ്. 22,000-ലധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതില്ല കേട്ടോ. BJPക്ക് 7,600 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ നിയമത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ കണക്കുകളിലും ഓരോ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് നിയമം എന്നുള്ളത് കൂടിയാണ്. നിശ്ചയമായി. അപ്പോ രാജീവ് ചന്ദ്രശേഖരന് മാറ്റമില്ല, ഇതാ വി ശിവൻകുട്ടിക്ക് മാറ്റമില്ല. ഇനി UDF സൈഡിലേക്ക് വരുമ്പോൾ സാജു, അവിടെ ഒരു അനിശ്ചിതാവസ്ഥ പ്രകടമാകുന്നുണ്ട്. ആര് വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമില്ല. അവിടെയാണ് നമുക്ക് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ, ഒന്നിലധികം മുഖങ്ങളെ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. അവിടെയാണ് സാജു. ഇതേ നോക്കൂ, സാജുവിന്റെ സൈഡിൽ ഒന്നാമത്തെയാൾ ശശി തരൂരാണ്, രണ്ടാമത്തെയാൾ ശബരിനാഥനാണ്, മൂന്നാമത്തെയാൾ ഒരു പുതുമുഖമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് പുതുമുഖമല്ല, വൈഷ്ണവ് സുരേഷൻ. നമുക്ക് ശശി തരൂരിൽ നിന്ന് തുടങ്ങാം. സാധ്യത എത്രത്തോളം ഉണ്ട്? MPമാരെ മത്സരിപ്പിക്കാൻ KCC നേതൃത്വം അനുവാദം നൽകുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, വിജയ സാധ്യത തീർത്തുമില്ലാത്ത ഒരു മണ്ഡലത്തിലിറങ്ങി പോരാട്ടത്തിന് ശശി തരൂർ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും സാധ്യത കുറഞ്ഞു നിൽക്കെ ശശി തരൂർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് നിർബന്ധിച്ചാലും അദ്ദേഹം തയ്യാറാവില്ല. ഏതാണ്ട് തയ്യാറാവാനുള്ള സാധ്യതയുള്ള ശശി തരൂരിന് ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. K മുരളീധരനെ പോലെ തോൽവി ഉറപ്പിച്ച ഒരു മണ്ഡലത്തിലേക്ക് പാർട്ടിക്ക് വേണ്ടി പോരാട്ടത്തിന് പോകാൻ തയ്യാറാകുമെന്ന് പറഞ്ഞ് ശശി തരൂർ വരുമോ? വരില്ല എന്നാണ് രാഷ്ട്രീയമായി ഇപ്പോൾ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അഥവാ വന്നാൽ സാജു, മുരളി പിടിച്ചതുപോലെ വോട്ടുകൾ സമാഹരിക്കാൻ എന്നുവെച്ചാൽ ഒരു സവിശേഷമായ വ്യക്തിപ്രഭാവം വെച്ച് അവിടെ എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും? അതിന് കഴിയും. കാരണം അതൊരു നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്. നഗരവാസികളുടെ വോട്ടിനെ ആകർഷിക്കാനുള്ള ശേഷിയുള്ള സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ ഒരു സംശയം ബാക്കി വെക്കേണ്ടതില്ല. പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖരനേക്കാൾ മുന്നിൽ നിൽക്കുമോ എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശശി തരൂരിന് തന്നെ ആശങ്കയ്ക്ക് ഇടയാക്കുന്നതുമാണ്. മറ്റൊന്ന് സാജു, K ശബരിനാഥനാണ് നിലവിൽ കോർപ്പറേഷൻ കൗൺസിലറാണ്. ശബരിനാഥൻ കോർപ്പറേഷൻ മേയർ കാൻഡിഡേറ്റായി UDF ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കുമെന്ന്. അപ്പൊ നിയമത്ത് ശബരിനാഥന് എത്ര കണ്ട് ചാൻസ് ഉണ്ട്? അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. കാരണം നിയമമണ്ഡലത്തിൽ കോൺഗ്രസിനെ എടുത്തു കാണിക്കാൻ പറ്റുന്ന, ഈ പോരാട്ടം നടത്താൻ പറ്റുന്ന നേതാക്കൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് നമ്മൾ ശബരിനാഥനിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരുന്നത്. കാരണം 2016 BJP അക്കൗണ്ട് തുറക്കുമ്പോൾ UDF ഏറെ പഴികേട്ടതാണ്. UDF ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ട് മാത്രമാണ് അവിടെ BJP അക്കൗണ്ട് തുറന്ന എന്ന ആരോപണമുണ്ടായി. 2021 K മുരളീധരൻ വരുമ്പോഴേക്കും BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ LDFനാണ് കഴിയുന്നതെങ്കിൽ പോലും അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ശബരിനാഥൻ കോൺഗ്രസിന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരം നഗര കേന്ദ്രീകൃത മണ്ഡലം എന്ന് വെച്ചാൽ ഇപ്പുറത്ത് ശിവൻകുട്ടിയും അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരൻ വന്ന് ഈ രണ്ടുപേരോടും മുട്ടാൻ മാത്രം കെൽപ്പുള്ള, കരുത്തുള്ള ഒരാളാണ് ശബരിനാഥൻ എന്ന് തോന്നുന്നു. ആ മുട്ടാൻ കെൽപ്പുണ്ടോ എന്നുള്ളതല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിയുന്ന കോൺഗ്രസ് അനുകൂല വോട്ടുകൾ, UDF അനുകൂല വോട്ടുകൾ ഒരു സ്ഥാനാർത്ഥി സമാഹരിക്കേണ്ടത് അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടാൻ ആവശ്യമാണ്. അതിന് കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ
സംസ്ഥാനത്തൊട്ടാകെ LDF-ന്റെ പ്രചരണം എന്തായിരിക്കുമെന്ന് സൈഫുദ്ദീൻ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അവിടെ BJP-ക്ക് ജയിക്കാൻ അവസരം കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നു എന്ന പ്രചരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം UDF-ന് മറുപടി പറയേണ്ടി വരുന്നത്. ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരും. അപ്പോഴും ഒരു പേരവിടെ ഉണ്ട്, വൈഷ്ണവ് സുരേഷ്. വൈഷ്ണവ് സുരേഷിന്റെ ഒരു പേര് അവിടേക്ക് യോജിച്ച ഒന്നാണോ? കേൾക്കുന്നതാണ്. എത്ര കണ്ട് യോജിച്ച ഒരു കാൻഡിഡേറ്റ് ആണ്? വൈഷ്ണവ് സുരേഷ് കോർപ്പറേഷനിലേക്ക് ജയിച്ചു വന്നു എന്നൊക്കെ വസ്തുതയാണ്. പക്ഷേ അവിടെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ ഇട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നിരിക്കെ ആ സാധ്യത കോൺഗ്രസ് പോകില്ല. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പഴി കേൾക്കണം, അത് സംസ്ഥാനത്തൊട്ടാകെ കേൾക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. BJP-യോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന് സ്ഥാപിക്കേണ്ടത് UDF-നും ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ UDF ഒരുപക്ഷെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയിലേക്ക് പോയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ആരായിരിക്കും ആ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ സാജു സൂചിപ്പിച്ചതുപോലെ അവിടെ ശിവൻകുട്ടിക്കും രാജീവ് ചന്ദ്രശേഖരനും പോലെ കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയിട്ടില്ലെങ്കിൽ അവിടെ BJP എങ്ങാനും അക്കൗണ്ട് തുറന്നാൽ അതിന്റെ പാപഭാരം മുഴുവൻ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തേടിപ്പിടിക്കേണ്ടി വരും കോൺഗ്രസിന്. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നിയമത്തിന്റെ ചിത്രം. അപ്പോൾ ഹെവി ഫൈറ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ നിയമമാണ് പരിശോധിച്ചത്.